സ്പീക്കർ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. 18ാം ഇന്ത്യൻ പാർലമെന്റിന്റെ 1ാം സമ്മേളനം അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി എന്റെ സർക്കാർ ഇന്ത്യൻ ജനതയ്ക്കായി സേവനം ചെയ്തു വരുന്നു. തുടർന്നും ഇന്ത്യൻ ജനതയ്ക്കായി സേവനം ചെയ്യാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനായി എന്റെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നു. കഴിഞ്ഞ 5 വർഷം വളരെയേറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വനിതാ സംവരണം 17ാം ഇന്ത്യൻ പാർലമെന്റിന്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു 14% വനിതാ സംവരണം എന്നുള്ളത്. ആർട്ടിക്കിൾ 330A പ്രകാരം ലോകസഭയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ 17ാം ലോകസഭയിൽ കടലാസ് രഹിത ഓഫീസ് എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുകൊണ്ട് പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗം നടന്നു. UN ജനറൽ അസംബ്ലിയുടെ തീരുമാനപ്രകാരം 1987 മുതൽ ജൂൺ 26 ആഗോള ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ലോകവ്യാപകമായി പ്രതിവർഷം $50,000 കോടി മയക്കുമരുന്ന് കച്ചവടമാണ് നടക്കുന്നത്. യുവാക്കളും മുതിർന്നവരും കൂടാതെ സ്കൂൾ കുട്ടികളും ഈ കെണിയുടെ ഇരകളാകുന്നു എന്നുള്ളത് വളരെ വേദനാജനകവും ചിന്തിക്കേണ്ടതുമായ വിഷയമാണ്. പാഠപുസ്തകങ്ങളും പേനയും വാഹകരാകേണ്ട കുട്ടികളുടെ കയ്യിൽ മാരകമായ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മുടെ സർക്കാർ വളരെ ഗൗരവമായി തന്നെ കാണുന്നു. അതിനാൽ നമ്മുടെ സർക്കാരിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ലഹരി വിമുക്ത ഭാരതത്തെ ഊന്നിയായിരിക്കും. മയക്കുമരുന്ന് സൂക്ഷിക്കുന്നവർക്കും അതിന്റെ വാഹകരാകുന്നവർക്കും കഠിനമായ ശിക്ഷ തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും അനധികൃത വ്യാപാരത്തിനുമെതിരെ ഞങ്ങളുടെ ഗവൺമെന്റ് ശക്തമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചുള്ള പരാതികളും കുറ്റകൃത്യങ്ങളും രഹസ്യമായി എക്സൈസിനെ അറിയിക്കുന്നതിനായി വിമുക്തി മിഷൻ എന്ന പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇത്തരം വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. പുതിയ പാർലമെന്ററി മന്ദിരം 2023 സെപ്റ്റംബർ 19 പാർലമെന്റ് ഒരു പുതിയ സമുച്ചയത്തിലേക്ക് മാറി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭവനം എന്ന നിലയിൽ സെൻട്രൽ വിസ്തയിലെ സിംഹ ക്യാപിറ്റോളിന്റെ മുകളിലുള്ള ത്രികോണാകൃതിയിലുള്ള കെട്ടിടത്തിലേക്ക് മാറിയത് ചരിത്രപരമായ മാറ്റമായിരുന്നു. കൊറോണ വൈറസ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ രാജ്യം നേരിട്ട വെല്ലുവിളിയായിരുന്നു കൊറോണ വൈറസ്. ഈ മഹാമാരിയെ വളരെ ഫലപ്രദമായി തടയുന്നതിനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും എന്റെ സർക്കാരിന് കഴിഞ്ഞു. ജമ്മു കാശ്മീർ പുനഃസംഘടന ഭേദഗതി ബില്ലും ജമ്മു കാശ്മീർ സംവരണ ഭേദഗതി ബില്ലും പാസ്സാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സർക്കാരിന്റെ വലിയൊരു വിജയമായിരുന്നു. പാൽ പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനം കൈവരിക്കാൻ എന്റെ സർക്കാരിനായി. पंजाब सिंध गुजरात द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जपते तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി നമ്മുടെ സദസ്സിനെ വിട്ടു പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ കോപ്പി എല്ലാ അംഗങ്ങൾക്കും നൽകുന്നതാണ്. ഇന്ന് സഭ നിർത്തിവച്ചിരിക്കുന്നു. നാളെ 11 മണിക്ക് ആരംഭിക്കുന്നതാണ്. സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. സെക്രട്ടറി ജനറൽ പ്ലീസ്.
അനന്യ അവர்களാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ശ്രീമതി അനന്യ ക്ഷണിക്കുന്നു. മേഡം, താങ്കൾ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാണോ? താങ്കൾ ഏത് ഭാഷയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അനന്യ എന്ന ഞാൻ ബ്ലോക്ക് പാർലമെന്റിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയുടെ നിർവാജ്യമായി വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ എടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അഭിജിത്ത് ആണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ശ്രീ അഭിജിത്തിനെ ക്ഷണിക്കുന്നു. താങ്കൾ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാണോ? താങ്കൾ ഏത് ഭാഷയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഞാൻ ബ്ലോക്ക് പാർലമെന്റിന്റെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയുടെ നിർവാജ്യമായ വിശ്വസ്തതയും പുലർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ കേരളത്തിലെ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഐഷ അവറുകളാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ശ്രീമതി ഐഷയെ ക്ഷണിക്കുന്നു. മേഡം, താങ്കൾ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാണോ? താങ്കൾ ഏത് ഭാഷയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ആയിഷ എന്ന ഞാൻ ബ്ലോക്ക് പാർലമെന്റിൽ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയുടെ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി അനുശോചന പ്രമേയം. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ഒരു വിഷമകരമായ കാര്യം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ചു. അദ്ദേഹം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU വഴിയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. വളരെ മികച്ച സംഘാടകനായ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞാൻ ഖേദിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വിയോഗം നമുക്കൊരു തീരാ നഷ്ടമാണ്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതിലുപരി ഞങ്ങൾക്കേവർക്കും പ്രചോദനം നൽകി ഞങ്ങളിൽ നിന്ന് വിടവാങ്ങിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ ഞങ്ങളും അനുശോചനം നേരുകയും കുടുംബത്തിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയും ചെയ്യുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായി 1 മിനിറ്റ് നേരത്തേക്ക് മൗനമായി സ്വീകരിക്കാം. അടുത്തതായി ചോദ്യോത്തരവേള. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ശ്രീമതി അൽഫോൺസ. വിദ്യാഭ്യാസ മന്ത്രി പ്ലീസ്. സാർ, ലഹരി വിമുക്ത വിദ്യാലയങ്ങളാക്കാൻ നടപടി
നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി 75 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. എക്സൈസ് മറ്റ് വകുപ്പ് മേധാവികളെയും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ലഹരി വിമുക്ത കലാലയങ്ങളായി തീരുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ശ്രീമതി ആൻഡ്രുവ. സാർ, എന്റെ ചോദ്യം ഗതാഗത മന്ത്രിയോടാണ്. നമ്മുടെ രാജ്യത്ത് റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സുരക്ഷിതമല്ലാത്ത റോഡ് സംവിധാനം. 2, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗം. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും മദ്യം, മയക്കുമരുന്ന് മുതലായവയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഗതാഗത മന്ത്രി പ്ലീസ്. സാർ, ഹൈവേ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, മറ്റിതര റോഡുകൾ എന്നിവ നവീകരിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ സർക്കാർ പരിശ്രമിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരാനും ഒപ്പം ലഹരിയുടെ ഉപയോഗത്തിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം ശ്രീമതി ആനന്ദ. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, മയക്കുമരുന്ന്, മദ്യം മുതലായവ ഒഴിവാക്കുവാനും നിയന്ത്രിക്കുവാനും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്? 2, ലഹരിയുടെ അടിമത്വം മൂലം ആരോഗ്യം പൂർണ്ണമായി നഷ്ടപ്പെട്ട അനേകം യുവാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഉന്നമനത്തിനുമായി എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ആരോഗ്യമന്ത്രി പ്ലീസ്. സാർ, ചോദ്യോത്തരം 1. ഇന്ത്യയിൽ ഈ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പേയുള്ള പ്രശ്നങ്ങളാണിത്. എന്റെ ശ്രദ്ധ ഈ മേഖലയിൽ പതിഞ്ഞിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. മയക്കുമരുന്ന് കേന്ദ്രങ്ങളിൽ ആരോഗ്യ വകുപ്പുകൾ റെയ്ഡുകൾ നടത്തി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ചോദ്യോത്തരം 2. രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി യുവതലമുറയെ ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അതിലൊരു പ്രധാന പദ്ധതിയാണ് യുവജന വിമുക്ത പദ്ധതി. 1 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുത്തുകയും യുവജനാരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതുവഴിയായി രാജ്യത്തിന്റെ സമഗ്രമായ വികസനം സാധ്യമാക്കുമെന്ന് ഞങ്ങളുടെ സർക്കാർ പദ്ധതിയിട്ടിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം ശ്രീമതി അഞ്ജന. സാർ, താഴെ പറയുന്ന എന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സദയം മറുപടി പറയുക. കാർഷിക മേഖലയിലെ തകർച്ച കർഷകരിൽ മാനസിക പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുകയും അതിന്റെ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനു വേണ്ടി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കാർഷിക വിളകൾക്ക് താങ്ങുവില ഏർപ്പെടുത്തുകയും കിസാൻ സമ്മാൻ നിധി യോജന നടപ്പിലാക്കുകയും കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ വായ്പ, സ്കോളർഷിപ്പ് മുതലായവ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം ശ്രീമതി കാതറി. സാർ, എനിക്ക് കായിക വകുപ്പ് മന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നമ്മുടെ നിയമങ്ങൾ ശക്തമല്ല. അതുകൊണ്ട് യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്നു. അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സർക്കാർ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? നടപ്പിലാക്കിയ പദ്ധതികൾ എത്രമാത്രം പ്രാബല്യത്തിൽ വന്നു? കായിക മന്ത്രി പ്ലീസ്. സാർ, വിമുക്തി പോലുള്ള ലഹരി വിരുദ്ധ പദ്ധതികൾ ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്. നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ പോലീസുകാർക്കും മറ്റ് സേനകൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിലുള്ള പദ്ധതികളെ കൂടുതൽ ശക്തമാക്കാനും പുതിയ പദ്ധതികളെ ആവിഷ്കരിക്കാനും ഞങ്ങളുടെ സർക്കാരിന്റെ പരിഗണനയിലുമുണ്ട്. ചോദ്യോത്തരവേള അവസാനിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ മദ്യയുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സവാൾ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആഭ്യന്തര പ്രമേയ നോട്ടീസ് ദിദികൾ എംപിയായ അയോണ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി പ്ലീസ്. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ അയോണയുടെ പ്രസ്താവന ശരിവയ്ക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണ സംഭവമാണ് ഈ മഹത്തായ രാജ്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെ ഗവൺമെന്റ് അതിയായ ശ്രദ്ധയോടുകൂടിയാണ് കാണുന്നത്. എക്സൈസ് വകുപ്പും ധനകാര്യ വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്ന് ദുരന്തം സംഭവിച്ച ഓരോ കുടുംബത്തിനും പരിഹാരമെന്ന നിലയിൽ 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പദ്ധതിയോട് ഞാൻ യോജിക്കുന്നില്ല. പൈസ കൊടുത്തുകൊണ്ട് മാത്രം നിരത്താൻ കഴിയുന്ന നഷ്ടമല്ല ഇത്. പണം കൊടുത്തതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടതിന് പരിഹാരമാവില്ല. മദ്യത്തിന്റെ നിലവാരം ഉയർത്താനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം. അംഗങ്ങൾ മര്യാദ പാലിക്കണം. വീര ജനാധിപത്യ
ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഓർഡർ ഓർഡർ. എംപിമാരെല്ലാം അവരുടെ ഇരിപ്പിടങ്ങളിൽ തിരിച്ചു പോകേണ്ടതാണ്. എംപിമാരെല്ലാം അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തിരിച്ചു പോകേണ്ടതാണ്. ഓർഡർ ഓർഡർ. അങ്ങനെയെങ്കിൽ സഭ പിരിച്ചുവിടുന്നു. ഇന്നത്തെ യോഗ നടപടികൾ നിർത്തിവച്ചിരിക്കുന്നു. നാളെ സഭ വീണ്ടും ചേരുന്നതാണ്. അടിപൊളി പരിപാടി വാക്കൗട്ട് തന്നെ നടത്തി. എന്താണെങ്കിലും ഇത് പിറകെ പ്രവർത്തിച്ച് ഒത്തിരി പേര് അഭ്യർത്ഥിക്കുന്ന കുട്ടികളെല്ലാം നല്ല ആത്മവിശ്വാസത്തോടെ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാനായിട്ട് പറ്റി. ഗവർണർ ഉൾപ്പെടെ നമ്മുടെ രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ഗാർഡോ നമ്മുടെ ശരിക്കും സെക്യൂരിറ്റീസ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തു. കോട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും ലഹരി വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് കണ്ട് മാത്രം ഇരിക്കരുത്. നല്ല ജനാധിപത്യ രാജ്യമാണ്. നല്ല രീതിയിൽ ജനപ്രതിനിധികളാവാനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാം. നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്തി കഴിഞ്ഞു. മയക്കുമരുന്നെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം പൂർണ്ണമായി നശിപ്പിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ലഹരി. ഞാൻ ജീവിതത്തിൽ വിജയിക്കും, നമ്മളെല്ലാവരും ഒന്നും ജീവിതത്തിൽ വിജയിക്കും എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കാം. നമുക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എന്റെ ജീവിതമാണ് എന്റെ ലഹരി. ഞാൻ പഠിച്ചുയരും, ഞാൻ പഠിച്ച് മുന്നേറും എന്നുള്ള മുദ്രാവാക്യത്തോടെ നമുക്ക് ജീവിക്കാം. താങ്ക് യു. ഒരിക്കൽ കൂടി ലഹരി വിരുദ്ധ ദിനത്തിന്റെ എല്ലാവിധ ആ ചിന്തകളും നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ, അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്